ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആ വീഡിയോയ്ക്ക് ഒരു 600 വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ഒരു വീഡിയോ എങ്കിലും 600 മേളിൽ വ്യൂ കിട്ടുന്നത് എന്തായാലും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 2 അമ്പലങ്ങളിലാണ് പോയത്. ഏറ്റുമാനൂർ അമ്പലത്തിലും പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ വെള്ളച്ചാട്ടമുള്ള ഒരു അമ്പലത്തിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വാഗമൺ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ 2-3 പാർട്സ് ആയിട്ടാണ് ഇടുന്നത്, കാരണം ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. വാഗമൺ എന്തോ അല്ലേ ഇത്രമാത്രം കാണാനായിട്ട് പോയി, ഞങ്ങളൊക്കെ പോയി ഒരുപാട് ഇതായതാണ് എന്നൊക്കെ തോന്നുന്നവരുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ വാഗമൺ അടിപൊളിയാണ് കേട്ടോ. എന്ത് മനോഹരമായ സ്ഥലമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടിയല്ല, 1, 2, 3, 4 പ്രാവശ്യം പോയാലും ആ സ്ഥലത്തിൻ്റെ ഭംഗി അത്ര മനോഹരമാണ്. മലകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കാഴ്ച മുഴുവൻ പുറത്തോട്ടായിരുന്നു കേട്ടോ. അത്ര ഭംഗി. പിന്നെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ ഭാഗമൊക്കെ നിന്നങ്ങ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചുറ്റിനും മലയാണ് കേട്ടോ. ചുറ്റിനും നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും എല്ലാം നല്ല മലകളും പച്ചപ്പും. എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല, അത്ര ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഒരുപാട് നേരം അവിടെ നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇത് 1 ഡേ ട്രിപ്പാണെങ്കിലും ഞാൻ 2-3 ദിവസം കൊണ്ട് പോയ ഒരു ഫീലിങ്സാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത്. പോയിട്ട് വന്നപ്പോൾ കാലുവേദന, കൈവേദന, അങ്ങനെ പല വേദനകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ വേദനകളെല്ലാം മറന്നുകൊണ്ട് ആ ഒരു ഓർമ്മകൾ, ആ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ തണുത്ത കാറ്റും ഫീലിങ്സും ഒക്കെ ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ണൻകുട്ടനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലത്തൊക്കെ പോകുന്നത്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ണൻകുട്ടൻ വൊമിറ്റ് ചെയ്യുമോ, പൊന്നുകുട്ടി വൊമിറ്റ് ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ഉള്ളത് പറയാലോ, 2 പേരും എന്നെക്കാട്ടിലും നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. എനിക്കായിരുന്നു ഇവിടെ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം. രാകേഷേട്ടൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വാഗമണ്ണും മൂന്നാറും ഊട്ടിയിലും കൊടൈക്കനാലും സർവ്വ സ്ഥലത്തും പോയിട്ടുണ്ട് രാകേഷേട്ടൻ കേട്ടോ. ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, ലക്ഷദ്വീപിലൊക്കെ രാകേഷേട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണ് എവിടെയും പോകാത്തത്. ഞങ്ങൾ മീൻസ് ഞാനും പൊന്നുകുട്ടി കണ്ണൻകുട്ടനും കേട്ടോ. ഞങ്ങൾ മാത്രമേ എവിടെയും പോകാത്തുള്ളൂ. അപ്പോൾ രാകേഷേട്ടൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല പരിചയമാണ്. പല വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ഒരു ചെറിയ ലേക്ക്, അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നല്ല പോലെ പണി കിട്ടി കേട്ടോ. നല്ല വെയിലായിരുന്നു, തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. തണുത്ത കാറ്റുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ ചൂടായിരിക്കും, ഭയങ്കര ചൂടല്ലേ. ഇത് ചൂടില്ല, ആ വെയിലിൻ്റെ ഒരു ചെറിയ ചൂടല്ലാതെ അത് ഒരു തണുപ്പ് ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. വെയിൽ ഉണ്ടെങ്കിലും കുട പിടിച്ച് നടക്കണം അങ്ങനെയൊന്നും ആഗ്രഹമില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും തൊപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്ക് തൊപ്പി വെച്ചു. പിന്നെ എൻ്റെ കയ്യിലും ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ഈ ലേക്കിൻ്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാകേഷൻ അവിടെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തിരക്കിലും ബോട്ട് കിട്ടുന്ന തിരക്കിലും ഒക്കെ ആയിരുന്നു. ബോട്ട് കിട്ടാൻ ഇച്ചിരി പണിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്, കാരണം അമ്മാതിരി തിരക്കാണ്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണെന്ന് പറയത്തില്ല, ആ രീതിയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്ന ജനങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്ന കസിൻസിൻ്റെ വേറെ 2 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പം എൻ്റെ 2 പിള്ളേരും ഈ 2 പിള്ളേരും, അങ്ങനെ മൊത്തം 4 കുട്ടികളെയും കൊണ്ടാണ് ഞാൻ ഈ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നടന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ബോട്ട് കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ എനിക്ക് അങ്ങേ അറ്റം വരെയൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. രാകേഷന് അവിടെ ബോട്ട് കിട്ടുന്നതിൻ്റെ ഇതിൽ അണ്ണൻ അവിടെ നിന്നു. അണ്ണൻ ഇപ്പുറത്തോട്ട് വരാനും പറ്റിയില്ല.
അങ്ങനെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഓട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബോട്ടൊക്കെ കിട്ടി. കുറച്ച് പണി വിട്ടിട്ടാണ് ബോട്ട് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങളല്ല തുഴഞ്ഞത്, നമ്മുടെ കൂടെ ഒരാളെ കൂടെ നമുക്ക് കിട്ടി കേട്ടോ. ഒരു ചേട്ടനെ കൂടെ കിട്ടി തുഴയാനായിട്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു, പ്രായമുള്ള 2-3 പേരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. എനിക്കറിയാൻ മേല, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത്. പോയിട്ടുണ്ട് ബോട്ടിങ്ങിന്, നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ബോട്ടില്ലേ അതിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ടെൻഷനും ഉണ്ട്. കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം പേടിയാണെന്ന്. ആ പേടിയൊന്നും ഞാൻ കാണിക്കാതെ ഭയങ്കര ഭയങ്കര ജാടയിലിരുന്നു. എനിക്ക് പേടിയൊന്നും ഇല്ലാതുള്ള രീതിയിലൊക്കെ ആട്ടോ ഇരുന്നത്. എനിക്ക് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ വിറച്ചാട്ടോ എടുക്കുന്നത്, 2 കൈ കൊണ്ടൊക്കെ പിടിച്ചുകൊണ്ട്. എൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഒരാളും ഇരിപ്പുണ്ട് കേട്ടോ. അതേ അങ്ങനെ രാകേഷനും തുഴയുന്നു കേട്ടോ, ചുമ്മാ തുഴയുകയാണ് കേട്ടോ. മുന്നിൽ നിന്നിരുന്ന് ഒരു ചേട്ടനാണ് തുഴയുന്നത്. രാകേഷനും ചുമ്മാ മൊബൈലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി രാകേഷനും പൊന്നുക്കുട്ടിയും പിന്നെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, അവനും ഒക്കെ ചുമ്മാ തുഴയുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇരുന്നുള്ള ചേട്ടനാണ് മെയിനായിട്ട് തുഴയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ബോട്ടിംഗ് ഒക്കെ ആസ്വദിച്ച് അടിപൊളിയായിരുന്നു. വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത്ര അടിപൊളി ഒരു ബോട്ടിങ്ങും കിട്ടി. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലൂടെ മനസ്സിലാവും എത്രത്തോളം ഞാൻ ഹാപ്പി ആയിരുന്നെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇനി ഇതിൻ്റെ 3rd പാർട്ടായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ഒരു സന്തോഷം അതാണ്. ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വാഗമണിലെ ഇനി 3ാമത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.